ഹായ് ഫ്രണ്ട്സ്. ബേസിക്കലി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യോഗ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ആ വർക്കൗട്ട് സെക്ഷൻ ആണോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഓർ റെസിസ്റ്റൻസ് ട്രെയിനിങ് അത്തരം ട്രെയിനിങ്ങുകളാണോ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത്, ശരീരത്തിനും മനസ്സിനും ഏറ്റവും നല്ല വർക്കൗട്ട് ഏതാണെന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, യോഗയെ സംബന്ധിച്ച് വളരെ കുറച്ച് എനർജി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ എനർജിയെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ എനർജിയെ പ്രിസർവ് ചെയ്യുന്ന ഒരു റൊട്ടീനാണ് നമുക്ക് യോഗയിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ബ്രീത്തിങ്ങിലാണ് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്രീത്തിങ്ങിനെ ഹോൾഡ് ചെയ്തിട്ടും ആ എനർജിയെ പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് സെക്ഷൻസ് ആയിരിക്കും കൂടുതൽ യോഗയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ ഒരുപാട് എനർജി യൂസ് ചെയ്തിട്ട് ആ എനർജിയെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ വീണ്ടും എനർജൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എക്സസൈസ് റൊട്ടീനാണ് നമുക്ക് കാണാൻ സാധിക്കുക. തീർച്ചയായിട്ടും യോഗയെ സംബന്ധിച്ച് വളരെ ലോ ഇമ്പാക്റ്റ് ഓഫ് എനർജി നമുക്ക് ഉപയോഗിക്കേണ്ടോ എന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, ആ എനർജിയെ ഏത് രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ ആ എനർജിയെ എങ്ങനെ പ്രിസർവ് ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് യഥാർത്ഥത്തിൽ യോഗ പഠിപ്പിച്ചു തരുന്നത്. യോഗയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ യോഗ ചെയ്യുമ്പോൾ കടന്നു പോവുക. ഫിറ്റ്നസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫിസിക്കൽ ട്രെയിനിങ് ആണ്. യോഗയിൽ ആസനാസ് എന്നുള്ള സെക്ടർ വരുന്നുണ്ടെങ്കിൽ പോലും അത് കൂടുതൽ വർക്കൗട്ട് സെക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയുടെ വർക്കൗട്ട് സെക്ഷൻ ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് ബ്രീത്തിങ്ങിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതും. അതൊരു ജസ്റ്റ് നോർമൽ ഒരു സ്റ്റെപ്പുകളോ സ്ട്രെച്ചിങ്ങോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേഗസ് നെർവുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ്, ഗട്ടും നമ്മുടെ ബ്രെയിനും ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ സ്ട്രെച്ചിങ് രീതികളാണ് നമുക്ക് യോഗയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ഡെവലപ്പായി വന്നതുകൊണ്ട് നമുക്ക് അതിനത്ര അങ്ങോട്ട് വാല്യൂ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ഇന്നൊരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു സെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ യോഗയാണ്. മാത്രമല്ല, നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമയം, പർപ്പസ്, ഗോള്, ഈ മൂന്ന് കാര്യങ്ങളാണ് ആ വ്യക്തിയെ ഏത് ഫീൽഡിലേക്ക് വേണം അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു വ്യക്തി വർക്കൗട്ട് റൊട്ടീനിലേക്ക് കടക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. സമയം നമുക്കറിയാം, ഏറ്റവും വിലപ്പെട്ട സമയം എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ സമയം എങ്ങനെ ഉപയോഗിച്ച് ആ സമയത്തിന് എങ്ങനെ നമുക്ക് നമ്മുടെ എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് യോഗയിൽ നമുക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുമ്പോൾ കാണേണ്ടത്. എന്നാൽ ഫിറ്റ്നസ് സെക്ടറിലേക്ക് വരുമ്പോൾ ഒരുപാട് സമയം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ടത് വരും. മാത്രമല്ല, ഫുഡ് നമുക്ക് 3 നേരം 4 നേരം പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ യോഗയിൽ വേണ്ട എന്നുള്ളതല്ല, അല്പാഹാരമാണ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ സമയത്തിന് പ്രോപ്പറായിട്ടുള്ള റിക്കവറി എന്നുള്ളൊരു ഭാഗം ഇതിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് മാത്രമല്ല, ടൈമും ഒരുപാട് വേണം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വേൾഡ് യോഗയുടെ സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ഫോർഡിൻ്റെ വരെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന വില്യം ക്ലാഫോർഡ് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും വരെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മുടെ മിസ്റ്റർ മുകേഷ് അംബാനി സാറ്, അതേപോലെ യൂസഫ് അലി സാറ്, ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ യോഗ ഫോളോ ചെയ്യുന്നവരാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർ ബിസി ഷെഡ്യൂളിൽ അവർക്ക് കിട്ടുന്ന സമയം അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം എന്ന് ചോദിക്കുന്നത് യോഗയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ ഹീൽ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ആക്റ്റീവായി നിർത്താൻ പറ്റുന്ന ഒരു നല്ല വർക്കൗട്ട് റൂട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, യോഗ തന്നെയാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ഗോള് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പ്രോപ്പറായി ടൈം ഉണ്ട്, ആ ടൈമിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്നൊന്നുമില്ല. ഒരു വ്യക്തിയുടെ സമയം, ഗോള്, ആ പർപ്പസ്, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ട്രാക്ക് തന്നെയാണ്. രണ്ട് സെക്ടറും ഒരു രീതിയിലും മോശപ്പെട്ടുള്ള ഒരു ഹാബിറ്റും അല്ല. നല്ല രീതിയിൽ ഒരാളുടെ ശരീരം ആരോഗ്യവാനായി നിർത്താൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. എപ്പോഴും നമ്മുടെ സമയമാണ് പ്രധാനം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.